തൊണ്ണൂറുകളുടെ ഒരു മിഡിലില് അമേരിക്കയില് പബ്ലിക് പൂളുകളൊക്കെ വറ്റിക്കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പല പൂളുകളും കോൺക്രീറ്റ് ഒക്കെ ഇട്ട് മൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ? 1950കളില് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഫെഡറൽ കോർട്ട് ഒരു നിയമം പാസ്സാക്കി. ബ്ലാക്ക് ആയിട്ടുള്ള കുടുംബങ്ങളെയും പബ്ലിക് പൂളുകളിലേക്കൊക്കെ അനുവദിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് കേട്ട് ബോതറായിട്ടുള്ള വൈറ്റ്സും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി എന്ത് തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൂളുകളൊക്കെ വറ്റിച്ച് കളയാമെന്നുള്ളത്. അപ്പോൾ ഇവർ ഈ പബ്ലിക് പൂളുകളൊക്കെ വറ്റിച്ച് കളഞ്ഞു. ഏത് ഈ ബ്ലാക്ക് ഫാമിലി വരാണ്ടിരിക്കാൻ. അതേപോലെ തന്നെ ഈ പല പൂളുകളും കോൺക്രീറ്റ് ഒക്കെ ഇട്ട് മൂടി. അപ്പോൾ ഇവിടെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് ഈ നിയമം പാസ്സാവണതിന്റെ മുമ്പ് ഈ വൈറ്റ്സ് തന്നെ കംപ്ലയിന്റ് ചെയ്തിരുന്നു. ഈ പൂളിന്റെ മെയിന്റനൻസ് ഒക്കെ ഭയങ്കര മോശമാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പൊ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവര് തന്നെ ഈ സെയിം ടീം തന്നെ പൂളും മൂടി കോൺക്രീറ്റും ഇട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചുപോയി. ഗവൺമെന്റിന് ലാഭം. ഈ കഥ ഞാൻ പറയാൻ കാരണം 2019 IMFന്റെ MD ആയിട്ടുള്ള ക്രിസ്റ്റലിന ജോർജീവ ഒരു സ്റ്റേറ്റ്മെന്റ് മേക്ക് ചെയ്തിരുന്നു. അതായത് ലോക എക്കണോമി, ലോക സമ്പദ് വ്യവസ്ഥ ഒരു സിൻക്രൊനൈസ്ഡ് സ്ലോ ഡൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ആലോചിക്കണം, ഇത് 2019ലാണ്. അതായത് കോവിഡിന് മുൻപാണ്. കോവിഡിന് ശേഷം എക്കണോമി മൊത്തത്തിൽ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇവിടെ റൈറ്റ് വിങ് പാർട്ടീസ് പബ്ലിക് വെൽഫെയർ ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് കളയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രംപ് ഈ അടുത്തൊരു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സാക്കിയിരുന്നു. അത് കാരണം തന്നെ അമേരിക്കൻ സിറ്റിസൺസിന്, അതായത് മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഏകദേശം $1 ട്രില്യൺ മെഡിക്കെയ്ഡിൽ നഷ്ടമായത് അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ. ഇതേ ബില്ലിൽ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള അമേരിക്കൻസിന് ഒരുപാട് ടാക്സ് കട്ടുകൾ കിട്ടുകയും ചെയ്തു. ലോകമെമ്പാടും കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ടോപ്പ് 1%ൻ്റെ വെൽത്ത് കൂടിയിട്ടുള്ളത് 38 ട്രില്യൺ ആണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും, ഇങ്ങനെ ഈ ലോകത്തിലെ ടോപ്പ് 1%ന് മാത്രം എയ്ഡ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്, ബാക്കി മെജോറിറ്റി വരുന്ന വർക്കിംഗ് ക്ലാസ്സിനെ പട്ടി വില കൊടുക്കുന്ന ഗവൺമെൻറ് എങ്ങനെയാണ് ഈ ഭരണത്തിൽ വരുന്നത്? എങ്ങനെയാണ് ഈ റൈറ്റ് വിങ് പാർട്ടീസ് എന്ത് ധൈര്യത്തിലാണ് ഇവർ ഈ ജാതി പരിപാടി ചെയ്യുന്നത് എന്നുള്ളത്. 1950കളിൽ അവിടെ വെള്ളക്കാരെ വറ്റിയ പൂളിൻ്റെ താഴെ കസാര ഇട്ട് ഇരുത്തിയ അതേ ടെക്നിക്കാണ് ഇവിടെ ഈ ഒരു റൈറ്റ് വിങ് പാർട്ടീസും മീഡിയയും കൂടി ഓർക്കസ്ട്രേറ്റ് ചെയ്യണത്. റൈറ്റ് വിങ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈനോറിറ്റീസിനെ, ഒരു മൈനോറിറ്റി ഗ്രൂപ്പിനെ വില്ലനാക്കി കാണിക്കും. എന്നിട്ട് പറയും നമ്മളെല്ലാ വെള്ളക്കാരും കൂടി ഒരുമിച്ച് നിൽക്കണം. ഈ മൈനോറിറ്റിയാണ് പ്രശ്നം. നമ്മൾ അമേരിക്കൻസിൻ്റെ പ്രശ്നം ഈ ഒരു മൈനോറിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മൾ യൂറോപ്യൻസിൻ്റെ പ്രശ്നം ഈ ഒരു മൈനോറിറ്റിയാണ്. അപ്പോൾ ഇവർക്കെതിരെ നമുക്ക് എല്ലാവർക്കും യുണൈറ്റ് ചെയ്ത് നിൽക്കാം എന്ന് പറഞ്ഞ് ഇവിടെ റേസിസം വളർത്തിക്കൊണ്ട്, ഒരു മൈനോറിറ്റി ഗ്രൂപ്പിനെതിരെയുള്ള റേസിസം വളർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ പാർട്ടീസ് അവരുടെ പൊളിറ്റിക്സ് പുഷ് ചെയ്യുന്നത്. ഈ മൈനോറിറ്റീസിനെതിരെ ഹെയ്റ്റ് പടർത്താൻ വേണ്ടി നമ്മൾ ഒറ്റ ഐഡിയ പുഷ് ചെയ്താൽ മതി. ഇവരെല്ലാവരും ഒരു ഡിഫറൻറ്റും അതുപോലെ തന്നെ മോശവുമായിട്ടുള്ള ഒരു റിഗ്രസീവ് കൾച്ചർ എന്ന് വരുന്ന ആൾക്കാരാണ്. ഈ കൾച്ചറാണ് ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ കൾച്ചർ ഭയങ്കര പ്രശ്നമാണ്. ഇവിടുത്തെ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് അടക്കം എല്ലാ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഈ ഒരു കൾച്ചർ ആണ്. ഇങ്ങനെ കൾച്ചർ വെച്ച് സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിനെ മൊത്തമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഈസി ടാക്ടിക്സ് ആണിത്. ഈ പരിപാടി ഈ വെസ്റ്റ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് പണ്ട് കോളനൈസേഷൻ്റെ കാലത്ത് തന്നെ ഈ ഒരു മറ്റുള്ളവരുടെ കൾച്ചർ മോശമാണ്, നമ്മുടെ കൾച്ചർ സുപ്പീരിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൾച്ചർ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കോളനൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു നറേറ്റീവ്, എന്നൊരു ജസ്റ്റിഫിക്കേഷൻ, ഇവരുടെ ഈവിൾ ആക്ട്സിനുള്ള ജസ്റ്റിഫിക്കേഷൻ ഇവർ പണ്ടേ പുഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നറേറ്റീവ് ആക്ച്വലി പുഷ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. റൈറ്റ് വിങ് മീഡിയ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടൈപ്പ് ന്യൂസുകൾ മാത്രം സ്പോട്ട്ലൈറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്ത്രീ പബ്ലിക് ട്രെയിനിലിരുന്ന് കൈകൊണ്ട് ഭക്ഷണം കഴിച്ച് ആളുകളെ ഡിസ്കസ്റ്റ് ചെയ്യിക്കുന്നു. ഈവൻ ദോ ഇഷ്ടം പോലെ കേസുകളുണ്ട്. വൈറ്റ് മെൻ പബ്ലിക്കായി ഷിറ്റ് ചെയ്യുന്ന കേസുകളുണ്ട്. അതൊന്നും കാണിക്കാണ്ട് ഇങ്ങനത്തെ കേസുകൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. അതേപോലെ തന്നെ മുസ്ലിം ഗ്രൂപ്പ് പ്രാർത്ഥിക്കാൻ വേണ്ടി റോഡ് ബ്ലോക്ക് ചെയ്ത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പക്ഷെ നമുക്കറിയാം ഈ അമേരിക്കൻസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫുട്ബോൾ മാച്ചൊക്കെ കഴിയുമ്പോൾ സ്റ്റേഡിയം തല്ലിപ്പൊളിക്കുക. ഇപ്പം അടുത്ത് തന്നെ നമ്മുടെ ഇന്റർ മിയാമി സിയാറ്റിൽ സൗണ്ടേഴ്സ് ഫൈനലിൽ പാർക്കിംഗ് ലോട്ടൊക്കെ അടിച്ച് പൊളിച്ചായിരുന്നു അടിയൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഈ ബസ് പൊളിക്കുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവരിഷ്ടം പോലെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സ്പോട്ട്ലൈറ്റ് ചെയ്യുമ്പോൾ ഒരു മുസ്ലിം ഗ്രൂപ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെയ്യുന്നു. ഒരു പഞ്ചാബി ടീം
അവരുടെ ഒരു സെലിബ്രേഷൻ പബ്ലിക് റോട്ടിലോട്ട് ഇറക്കുന്നു, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇങ്ങനത്തെ ന്യൂസുകൾ നമ്മൾ സ്പോട്ട് ലൈറ്റ് ചെയ്യും. നറേറ്റീവ് സിമ്പിളാണ്. പുറത്തുനിന്ന് വരുന്ന ഒരു ഗ്രൂപ്പ്, ഒരു മൈനോറിറ്റി ഗ്രൂപ്പ്, ഇമിഗ്രൻസ്, നമ്മുടെ കൾച്ചറിൽ പെടാത്ത ഗ്രൂപ്പ് അവരുടെ കൾച്ചർ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ കൾച്ചർ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കൾച്ചർ ഇവിടെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഈ നറേറ്റീവ്. ഇതിൻ്റെ മെയിൻ മറ്റൊരു ഐറ്റമാണ് ഇപ്പോൾ ഒരു പാകിസ്ഥാനി ക്രൈം ഗ്രൂപ്പ് ഇവിടെ യുകെയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ സ്റ്റഡിയും എല്ലാ ഡാറ്റ എടുത്ത് നോക്കിയാൽ അറിയാം, ഇമിഗ്രൻസ് ഇവിടെ ഒരു നാറ്റീവ് സിറ്റിസണേക്കാട്ടിലും ക്രൈം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള ഒരു ഡാറ്റയില്ല. എന്നാൽ നേരെ തിരിച്ചാണ്. അമേരിക്കയിലൊക്കെ നടന്ന സ്റ്റഡീസ് കാണിക്കുന്നത് ഇമിഗ്രൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്രൈം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. നിങ്ങൾ സിറ്റിസണേക്കാട്ടിലും ഡീസൻ്റായി ജീവിക്കാനാണ് സാധ്യത കൂടുതലെന്ന്. പക്ഷേ ഇതൊന്നും മീഡിയ കാണിക്കില്ല. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവരിങ്ങനത്തെ ഡാറ്റയൊക്കെ കാണിക്കും. ഇപ്പോൾ 2014 ജർമ്മനിയിൽ സെക്സ് ക്രൈംസിൽ കൂടുതൽ കൺവിക്റ്റ് ആയിട്ടുള്ളത് ഇമിഗ്രൻസ് ആണ്. അല്ലെങ്കിൽ ഇമിഗ്രൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. ഇപ്പോൾ 10% ഇമിഗ്രൻസ് ആണ് 20% ക്രൈം ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം ഇമിഗ്രൻസ് എന്ന് പറയണത് വർക്കിംഗ് ഏജ് ആയിട്ടുള്ള മെന്നാണ്. അപ്പോൾ ഈ ഒരു മിഡിൽ ഏജ്ഡ് മെന്നാണ് ഇവിടെ സെക്സ് ക്രൈംസിൽ ചെയ്യാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഇതൊന്നും നോർമലൈസ് ചെയ്യാണ്ടാണ് ഈ ഒരു ഡാറ്റ പുറത്തു വിടുന്നത്. പക്ഷേ ഇത് നോർമലൈസ് ചെയ്ത സ്റ്റഡീസ് കാണിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രൻസ് ആയിക്കഴിഞ്ഞാൽ ക്രൈം ചെയ്യാനുള്ള സാധ്യത, അത് സെക്സ് ക്രൈംസ് ആണെങ്കിലും കൂടുതലാണ് എന്നുള്ള ഒരു ഫൈൻഡിങ് ഇല്ല. ഈ ഒരു മീഡിയം ഗവൺമെൻറ് കൂടി ആൾക്കാരെ ബോദർ ചെയ്യും. നിങ്ങളുടെ എയ്ഡുകളെല്ലാം, ഗവൺമെൻറ് വെൽഫെയറുകളെല്ലാം ഈ ഒരു ഇമിഗ്രൻസ് പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് കട്ടുകൊണ്ട് പോകുന്നത്. പക്ഷെ അതും നമുക്ക് സ്റ്റഡി നോക്കിയാൽ മനസ്സിലാവും, ഇമിഗ്രൻസ് റിസീവ് ചെയ്യുന്ന ഗവൺമെൻറ് എയ്ഡിനെക്കാട്ടിലും അവർ ടാക്സിൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് അതിലും കൂടുതൽ. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഹൗസിംഗ് ക്രൈസിസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലൊക്കെ കാണാൻ സാധിക്കും, വീടുകൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. അപ്പോൾ അതിന് കാരണം ഇമിഗ്രൻസ് വന്ന് അവർ വീട് മേടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വീടുകൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ഒരു നറേറ്റീവ്. പക്ഷേ ഇതൊന്നും പറയുമ്പോഴും ആരും ചോദിക്കില്ല, നിങ്ങൾക്ക് ഈ വീട് അഫോർഡ് ചെയ്യാൻ പറ്റണില്ല, ഓക്കെ, എന്തുകൊണ്ടാണ് അമേരിക്കയിൽ 10 മില്യൺ വീടുകൾ വേക്കൻ്റായി കിടക്കണത്? എന്താണ് നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ ഇത് ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് ഒരു സെക്കൻഡ് പോലും ആരും ചോദിക്കില്ല. നേരെ പ്രശ്നം ഇമിഗ്രൻസ് വരുന്നതാക്കി. ഇതിൽ ഏറ്റവും സങ്കടം ഈ ലിബറൽ മീഡിയയുടെ ഇടപെടലുകളാണ്. അപ്പോൾ ഇവർ കാണും ഇങ്ങനെ ഇന്ത്യക്കാർ മറ്റ് രാജ്യങ്ങളിൽ അസോൾട്ട് നേരിടുന്നുണ്ട്, കുട്ടികളടക്കം. ഇപ്പോൾ റീസെൻ്റ്ലി അയർലൻഡിൽ ഇന്ത്യൻ എംബസി പുറത്ത് വിട്ടു, നിങ്ങൾ ഇന്ത്യക്കാർ പുറത്തിറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത്, അതുപോലെ തന്നെ സൂക്ഷിച്ച് നടക്കണം. ആലോചിച്ച് നോക്കണം അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഇവർ കാണുന്നുണ്ട്. പക്ഷേ ഇവർ ഈ ഒരു ലിബറൽ മീഡിയ വരും, ഇതിനൊക്കെ പ്രശ്നം എന്താണ്? ഇന്ത്യക്കാരുടെ കൾച്ചറാണ് ഇതിനൊക്കെ പ്രശ്നം. അപ്പോൾ ഇന്ത്യക്കാർ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം ഇനി മുതൽ എന്നുള്ള അഡ്വൈസും കൊണ്ടാണ് ഈ ലിബറൽ മീഡിയ വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്ത് പൊതുബോധം ഉണ്ടാക്കാനാണോ ഈ റൈറ്റ് വിങ് മീഡിയ ശ്രമിച്ചത്, അതിന് നേരെ സപ്പോർട്ടുമായിട്ടാണ് ലിബറൽ മീഡിയ വരുന്നത്. അതെ ശരിയാണ്, കൾച്ചർ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സെയിം സെയിം പരിപാടി, അതിന് ഫ്യൂവൽ ചെയ്യുക, അതിന് എയ്ഡ് ചെയ്യുക എന്നുള്ള ഒറ്റ പരിപാടിയാണ് ഇവിടെ ലിബറൽ മീഡിയ ചെയ്യണത്. ഇപ്പോൾ ഈ അടുത്ത് റിഹാഷ് TV എന്ന് പറഞ്ഞൊരു ചാനലിൻ്റെ വീഡിയോ ഭയങ്കര വൈറലായി. കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ പുറത്ത് പഠിക്കാൻ പോകുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ബോധേഡാണ് അവിടുത്തെ ഇന്ത്യൻസിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഭയങ്കര ഹിറ്റായി. എത്ര 2 ദിവസം കൊണ്ട് 2 ലക്ഷം വ്യൂ ഒക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെയും ഈ വ്യക്തി പറയുന്ന, അല്ലെങ്കിൽ ഈ ചാനൽ പറയുന്നത് സെയിം കാര്യമാണ്. ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ, അതിപ്പോൾ എഡ്യൂക്കേറ്റഡോ അല്ലാത്തവരായിക്കോട്ടെ, അവർ ഇന്ത്യൻ കൾച്ചർ ഹോൾഡ് ഓൺ ചെയ്തെങ്കിലും ആ സൊസൈറ്റി ആയിട്ട് അസിമിലേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് എഡ്യൂക്കേഷന് വേണ്ടിയും ജോബിന് വേണ്ടിയും ടൂറിസത്തിന്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ കാണിച്ചു കൂട്ടുന്ന മോശം പ്രവർത്തികൾ കാരണം മൊത്തം ഇന്ത്യൻസിന്റെ ഗുഡ് വില്ലാണ് പോകുന്നത്. ഇന്ത്യൻസിൻ്റെ കൾച്ചർ ശരിയല്ല. നിങ്ങൾ എന്തിന് നിങ്ങളുടെ കൾച്ചർ കൊണ്ട് അവിടെ പോകുന്നു? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ അടി കിട്ടുന്നത്? അതുകൊണ്ടല്ലേ ഈ കുട്ടികളെ ഈ ഉപദ്രവിക്കുന്നത്, റേസിസ്റ്റ് റിമാർക്സ് മേക്ക് ചെയ്യുന്നത്, പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നത്? പറയുന്നത് ഇതാണ്, നിങ്ങൾ അവിടെ സമാധാനമായി ജീവിക്കുന്ന വെള്ളക്കാരെ നിങ്ങൾ ഇന്ത്യൻ കൾച്ചർ കൊണ്ട് പോയിട്ട് ബുദ്ധിമുട്ടിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. കേരളത്തിലെ പ്രധാന ലിബറൽ യൂട്യൂബറായിട്ടുള്ള മല്ലു അനലിസ്റ്റും ഈ അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നു. മല്ലു അനലിസ്റ്റ് പറയണത് എന്താ വെച്ചാൽ, റേസിസൊക്കെ ഉണ്ട്, ആളുകൾക്ക് റേസിസ് ഉണ്ടാവും. പക്ഷേ ഇതിനൊക്കെ കാരണം ഇന്ത്യക്കാർ നിന്ന് കൊടുക്കുന്നത് കൂടി കൊണ്ടാണ് എന്നാണ് മല്ലു അനലിസ്റ്റ് പറയണത്. എന്നാൽ ആരൊക്കെ നമ്മളെ മോശക്കാരാക്കാൻ നോക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ അതിന് നിന്ന് കൊടുത്തിട്ട് കൂടിയാണ് അത് സംഭവിക്കുന്നത് എന്നത് മറക്കരുത്. പബ്ലിക് പ്ലേസിൽ തുപ്പിയും വേസ്റ്റ് വലിച്ചെറിഞ്ഞും നമുക്ക് ശീലമായത് മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ അത് നമ്മുടെ സ്വഭാവമായി വിലയിരുത്തപ്പെടുന്നത് സ്വാഭാവികം. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഒരു ഗ്രീഷ്മ ബോയ് ഫ്രണ്ടിനെ വിഷം കൊടുത്തു കൊന്നു, അതിൻ്റെ പേരിൽ ആരെങ്കിലും ഭാര്യയെ തല്ലി, എന്നിട്ട്
ഇവർ ആരെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാണ്. ഓക്കെ, ഗ്രീഷ്മ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഭാര്യയെ തല്ലുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്സിസം ആണെന്ന് തിരിച്ചറിയാനുള്ള ബോധം മല്ലു അനലിസ്റ്റിനുണ്ട്. പക്ഷെ ഇവിടെ ആള് പറഞ്ഞത് റേസിസം ആണെന്ന് തിരിച്ചറിയാനുള്ള ബോധം എന്തുകൊണ്ടോ ആൾക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ഈ മീഡിയ സക്സസ്ഫുൾ ആയി. ഈ ഇമിഗ്രൻസ് എന്ന് പറയുന്നത് ഇതേ ഇമ്പീരിയൽ രാജ്യങ്ങൾ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ജോലി അന്വേഷിച്ച് ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി വരുന്ന ആൾക്കാരാണ്. അതിൻ്റെ പ്രിവിലേജ് അനുഭവിക്കുന്നവരാണ് ഇന്നത്തെ ഈ ഒരു അമേരിക്കൻസ്, അല്ലെങ്കിൽ ഈ ഒരു യൂറോപ്യൻസ് എന്ന് പറയുന്ന ഈ വൈറ്റ്സ്. അപ്പോൾ ഈ ആളുകൾ, ഈ ഇമിഗ്രൻസ് ഇവരുടെ എക്കണോമിയുടെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഭാഗമാണ്. അത് നേഴ്സസ് ആയാലും അല്ലെങ്കിൽ നോർമൽ ഏറ്റവും താഴേക്കടയിൽ കിടക്കുന്ന ഫിസിക്കൽ വർക്കായാലും ഇത് ഇമിഗ്രൻസ് ഇല്ലാണ്ട് ഇവരെ എക്കണോമി നിലനിന്ന് പോവില്ല. അതുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കുമ്പോഴും ഗവൺമെൻറ്റ്സ് ഈ ആൻറ്റി ഇമിഗ്രേഷൻ ലോസ് പാസ്സാക്കാൻ ഇത്ര മടിക്കുന്നത്. ഈ മാസ് ഡിപ്പോർട്ടേഷൻ ഒന്നും ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ അതാണ്. മാത്രമല്ല ഈ ഒരു രാജ്യങ്ങളുടെ എക്സിസ്റ്റൻസിന് തന്നെ ഇമിഗ്രൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവരുടെയൊക്കെ ബർത്ത് റേറ്റ് ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വർക്കിംഗ് പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർക്കിംഗ് പോപ്പുലേഷൻ ഇല്ലാണ്ട് ഈ ഒരു സിസ്റ്റത്തിന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമിഗ്രൻസ് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ജപ്പാൻ, എല്ലാവരും പണ്ട് ജപ്പാനെ കണ്ടു പഠിക്കൂ എന്നായിരുന്നു. ജപ്പാൻ ഭയങ്കര ആൻറ്റി ഇമിഗ്രേഷൻ ലോസ് ആയിരുന്നു. ഇമിഗ്രൻസിനെ അടുപ്പിക്കില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ജപ്പാൻ ഓപ്പൺ ചെയ്തു, ഇമിഗ്രൻസ് കടന്നു വരൂ എന്നാണ് പറയുന്നത്. പഠിച്ചു പാഠം. അപ്പോൾ ഇവിടെ വിഷയം ക്ലിയർ ആണ്. ഇവിടെ ഇന്ത്യൻസ് മറ്റ് രാജ്യങ്ങളിൽ അസോൾട്ട് നേരിടുന്നത് ഇന്ത്യൻ കൾച്ചർ കൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യക്കാർ അവിടെ പോയി ചെയ്ത കാര്യങ്ങൾ കൊണ്ടല്ല. അത് ക്ലിയർ കട്ട് റേസിസം കൊണ്ടാണ്. അതും എങ്ങനെ ഉണ്ടാക്കിയ റേസിസം? ഈ ഒരു റേസിസത്തിൽ നിന്ന് ഒറ്റി വീഴുന്ന, ചോര കുടിച്ച് വളരുന്ന റൈറ്റ് വിങ് ഗവൺമെൻറ് അല്ലെങ്കിൽ റൈറ്റ് വിങ് പാർട്ടീസ് അവർ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന അവരവരുടെ സാമ്പത്തിക സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ, ഒരു പൊളിഞ്ഞ സിസ്റ്റം വീണ്ടും ഓടിച്ച് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി അവർ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന റേസിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യക്കാരല്ലെങ്കിൽ ആരായാലും ഈ ഒരു ഇമിഗ്രൻസ് അവിടെ പ്രോബ്ലംസ് നേരിടുന്നത്. ഇത് എസ്പെഷ്യലി ഇമിഗ്രൻസ് മാത്രമല്ല കേട്ടോ, ഏത് മൈനോറിറ്റിനെ കിട്ടിയാലും നമ്മളടിക്കും. കാരണം മൈനോറിറ്റിക്ക് ഇത് താങ്ങുക എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാണ്ട്, ഈ ഒരു സിസ്റ്റമാറ്റിക് ഫെയിലിയർ മനസ്സിലാക്കാണ്ട് ഇവിടെ ഇന്ത്യക്കാരെ കൾച്ചർ പഠിപ്പിക്കാനും സിവിക് സെൻസ് പഠിപ്പിക്കാനും നടക്കുന്നവർ ഈ ഒരു നെറേറ്റീവിനെ എയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക.